ഇവിടെ കമ്പനി മാത്രമാണോ കൊള്ളയടിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം ഇവിടെ ഗവൺമെന്റ് രണ്ട് രീതിയിലാണ് നികുതികൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു മാറ്റവും വരാത്തത്? അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്തുകൊണ്ടാണ് ഉയരുന്നത്? അതുപോലെ തന്നെയാണ് ഇന്ത്യ ഭൂട്ടാന് പെട്രോളിയം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. എന്നാൽ രണ്ടിടത്തെയും പ്രൈസ് വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാനിൽ വളരെ കുറവും ഇന്ത്യയിൽ വളരെ കൂടുതലുമാണ്. അത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മുഴുവനായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും പകൽ കൊള്ളയ്ക്ക് ഒരു മുഖമുണ്ടെങ്കിൽ അത് ഇതാണെന്ന്. നമുക്ക് കുറച്ച് ഡാറ്റാസിൽ നിന്നും തുടങ്ങാം. 2022 ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത്, അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത് $100.93 ആ സമയം ഇന്ത്യയിൽ 2022 ഇന്ത്യയിൽ പെട്രോളിന്റെ വില, നമുക്ക് പെട്രോളിന്റെ മാത്രം എടുക്കാം, പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 95 രൂപയാണ്. എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ അത് ഇന്ത്യയെ എഫക്ട് ചെയ്യാത്തത്? അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ